ഇപ്പൊ ഒരു സത്യപ്രതിജ്ഞയൊക്കെ ആയി. അപ്പൊ അതിന്റെയൊക്കെ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ ആയിരുന്നു. മോക്കത് ക്ലോസ്ഡ് ചാപ്റ്ററാ, പക്ഷെ ഞങ്ങൾ ആരും അത് ക്ലോസ് ചെയ്യത്തില്ല കേട്ടോ. മോക്ക് ക്ലോസ്ഡ് ചാപ്റ്ററാ, വന്നങ്ങ് അപരാധിച്ചേച്ച് അങ്ങ് പോയാൽ മതി. കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സർ വി ഡി സതീശൻ ഒരു ചെറിയ പുഞ്ചിരി, ഒരു ചെറിയ കണ്ണിറുക്ക്, ഇതിലൂടെ ജനങ്ങളെ ആകെ കയ്യിലെടുത്ത ഒരു മുഖ്യൻ. അങ്ങനെ വേണം ഒരു ഇൻട്രോ കൊടുക്കാൻ. ഈ മുഖ്യന്റെ സത്യപ്രതിജ്ഞ കാണാൻ റിനി ആൻഡ് ജോർജ് ഓൾറെഡി നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു. നാട്ടുകാരും UDF പ്രവർത്തകരും അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരും നല്ല രീതിയിൽ കൂവി അങ്ങോട്ട് തോപ്പിച്ച് ചേച്ചിയെ വന്ന വഴിയെ ഓടി. ഈ ഓടുന്ന വഴിക്ക് എന്താ ചെയ്തതെന്നറിയാവോ നിങ്ങൾക്ക്? ഒരു ചാനലിന്റെ ഫ്രണ്ടിൽ ചെന്ന് കുറച്ച് കഥകൾ അങ്ങോട്ട് പറഞ്ഞു. ആ കഥകൾ നിങ്ങളൊന്ന് കേട്ടിരിക്കണം പ്രിയപ്പെട്ടവരെ, കേട്ടേ പറ്റുള്ളൂ. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവർക്കും അങ്ങോട്ട് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം, ഇവിടെ വിലയുണ്ട്, കടക്ക് പുറത്ത് പരിപാടി ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. അതാകുമ്പോഴത്തേക്ക് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതും കൂടെയൊക്കെ ഒന്ന് കാണും. നമ്മൾ ഈ ചെയ്യുന്ന മറ്റേ ഈ കംപ്ലീറ്റ്ലി അപരാധം വീഡിയോകൾ കാണാൻ മാത്രമായിട്ട് കയറി വരല്ലേ ചാനലിലേക്ക്. അത് തരാം ഇടയ്ക്കൊക്കെ, എപ്പോഴും അത് വേണ്ട. നമുക്ക് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണമല്ലോ, വേണ്ടേ? കുറച്ചൊക്കെ സാമൂഹ്യ ബോധം അതുണ്ടായിരിക്കുന്നത് നല്ലതാ. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. റിനി ആൻഡ് ജോർജ് അറിയാമായിരിക്കുമല്ലോ, പ്രത്യേകിച്ചൊരു ഇൻട്രോയുടെ ഒന്നും ആവശ്യം. സിനിമാ നടി എന്നൊക്കെയാ പറയുന്നത് ആരൊക്കെയോ, പക്ഷെ ഞാനെങ്ങും കണ്ടിട്ടില്ല ഇവരുടെ അഭിനയമൊന്നും. ഞാനാകെ ഇവരെ കണ്ടു തുടങ്ങിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അങ്ങോട്ട് ഗംഭീരമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇവരെ കണ്ടത്. ആ പറഞ്ഞതൊക്കെ ഇപ്പം തള്ളി പറയുന്നുണ്ട്, അത് വേറെ കാര്യം. എന്താണെങ്കിലും റിനിയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അടിപൊളിയായിരുന്നു. സത്യപ്രതിജ്ഞയൊക്കെ ഗ്രാൻഡ് ആയിരുന്നു. ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. DK ശിവകുമാർ, രേവന്ത് റെഡ്ഡി, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. വലിയ സംഭവപരമായ ഒരു സത്യപ്രതിജ്ഞയായിരുന്നു. പിന്നെ VD സതീശൻ സർക്കാരിനെ കുറിച്ച് എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് VD സതീശൻ സാർ. അതുപോലെ എന്റെ MLA കൂടിയാണ്. ഞാൻ കൂടി വോട്ട് കൊടുത്ത് ജയിപ്പിച്ചൊരു CM ആണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം, എന്റെ MLA CM ആകുന്നു എന്നുള്ളതിന്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട്. അപ്പോ ജനങ്ങളൊക്കെ വലിയ താല്പര്യത്തോടെ എക്സ്പെക്ടേഷനോട് കൂടിയാണ് അദ്ദേഹത്തെ ഈ ഒരു പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അദ്ദേഹം ഉയരും, നല്ലൊരു സർക്കാരായിരിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അപ്പോ നമ്മുടെ റിനി ആൻഡ് ജോർജ് വോട്ട് കുത്തിയത് കൊണ്ടാണ് VD സതീശൻ മുഖ്യമന്ത്രി ആയതേ. അല്ല, അതൊക്കെ പോട്ടെ, ഈ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞല്ലോ ചേച്ചി. നാളെ അവർക്കൊക്കെ എതിരെ എന്തെങ്കിലും പരാമർശം കൊണ്ട് ഇറങ്ങുമോ? അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. രേവന്ത് റെഡ്ഡി ഉണ്ടായിരുന്നു, മറ്റേയാളുണ്ടായിരുന്നു, മറിച്ചയാളുണ്ടായിരുന്നു. ഞങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ കണ്ണൊക്കെ ഉണ്ടായിരുന്നു, നമ്മളൊക്കെ കണ്ടായിരുന്നു കേട്ടാ. അല്ല, ഓരോരുത്തരുടെയൊക്കെ ആയിട്ട് പേരെടുത്ത് ഇറക്കുന്നു. നാളെ ഇനി അവർക്കെതിരെയും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, സ്ത്രീകൾക്ക് VD സതീശൻ സാറ് വന്നു കഴിയുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് അങ്ങോട്ട് പുഴുങ്ങി തരണമെന്നൊക്കെ ഇരുന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടേ ഈ ചേച്ചി. അല്ല, അതിലേക്കൊക്കെ വരാം. അല്ല, എനിക്ക് പലരും പറയുന്നത് കേട്ടു, സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യണം, സ്ത്രീകൾക്ക് ഇങ്ങനെ ചെയ്യണം. എടാ, ഞങ്ങളൊക്കെ ഇപ്പം ആരുടെ? ഞങ്ങളൊന്നും ഈ നാട്ടിലെ വോട്ടർമാരല്ലേ? അല്ല, അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക. ഞങ്ങളൊക്കെ എന്താ തവിട് കൊടുത്ത് മേടിച്ചതാ കേരളത്തിലേക്ക്? എല്ലാം സ്ത്രീകൾക്ക്. ഞങ്ങൾക്ക് എന്താ ഒന്നും വേണ്ടേ? അല്ല, വരാം, അതിലേക്കൊക്കെ വരാം. ബാക്കി കേക്ക് നിങ്ങൾ. പാർട്ടി പ്രവർത്തക പോലും അല്ലാതെ എന്തുകൊണ്ടാണ് സത്യപ്രതിജ്ഞയ്ക്ക് വന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അല്ല, അത് എന്റെ MLA ആയതുകൊണ്ടാണ്. അദ്ദേഹമായിട്ട് വളരെ ക്ലോസ് ആണ്. മാനസികമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഞാൻ എന്റെ ഒരു പിതാവ് സ്ഥാനത്ത് കാണുന്ന ഒരാള്. അപ്പോ എന്റെ MLA സത്യപ്രതിജ്ഞ ചെയ്ത് CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെയും കൂടി വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം അദ്ദേഹത്തിന് പല സമയത്തും മന്ത്രിസ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട് പല സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടാണ്. അപ്പോ ഞാനൊരു പറവൂരിയായി എന്നുള്ള നിലയിൽ എന്റെ MLAക്ക് ഉണ്ടായ ഒരു വേദനയിൽ ഒരുപാട് വേദനിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ എന്റെ MLA CM ആവുമ്പോൾ ഞാൻ അങ്ങനെ പാർട്ടിക്കാരി എന്നുള്ള രീതിയിലല്ല വന്നത്, എന്റെ MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ വേണ്ടി വന്നത്. നല്ല കാര്യം മോളെ, നല്ല കാര്യം. പറവൂരുകാരി എന്ന രീതിയിൽ നിനക്ക് നല്ല അഭിമാനം ഉണ്ടല്ലേ? നീ പറവൂരുകാരി ആയതിൽ അഭിമാനമില്ലാതെ നാണക്കേട് കൊണ്ട് തലയെ കൂടെ മുണ്ടും പൊത്തി ഇട്ട് നടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ? പറവൂരുകാർ 1-2 പേരെ അറിയോ? ഒന്ന് ചോദിച്ചു നോക്കണേ. ഈ ചേച്ചി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണോ എന്ന്.
ബാക്കി കേൾക്കാം. മുഖ്യമന്ത്രി ആവുമെന്നൊക്കെ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങളുടെ ഒടുവിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നത്. ആ സമയത്തൊക്കെ ടെൻഷൻ അടിച്ചിരുന്നു മുഖ്യമന്ത്രി ആവുമോ ഇല്ല എന്നുള്ളതൊക്കെ. ഭയങ്കര ടെൻഷനായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. കാരണം നമ്മള് ഏത് സമയത്ത് ഇതിങ്ങനെ വരുമോ, എപ്പോഴായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുന്നതെന്ന് ആലോചിച്ചിട്ട് ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അത്രയും ടെൻഷൻ അടിച്ചൊരു ദിവസങ്ങളായിരുന്നു. കാരണം അദ്ദേഹം CM ആകണം എന്ന് ഞാൻ അത്രയധികം ആഗ്രഹിച്ചിരുന്നു. കാരണം അദ്ദേഹം അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം 102 സീറ്റുകൾ നേടി. അത് അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു എല്ലാവരുടെയും കൂടി കഠിന പ്രയത്നം തന്നെയാണ്. പക്ഷെ അദ്ദേഹം അതിനകത്തൊരു നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം അത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ അതിനുവേണ്ടി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു എനിക്ക് തീർച്ചയായിട്ടും. പാവം, ഉറക്കം പോലും ഇല്ലായിരുന്നു. നിങ്ങൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. റിനി ആൻഡ് ജോർജിന്റെ കഷ്ടപ്പാട്. കുറെ ദിവസമായി പാവം ഉറങ്ങിയിട്ട്. ആരാകും ആരാകും ആരാകും, വീടിമാമനാകുമോ. ഒരു ലിമിറ്റില്ലേ കൊച്ചെ തള്ളുന്നതിന്. നീ തള്ളി ഇത് എവിടെ പോവാ? നീ കുറെ നാളായിട്ട് തള്ളിക്കൊണ്ടിരിക്കുക. കേൾക്കുന്നവര് വെറുതെയാണോ നിന്നെ പരസ്യമായിട്ട് നാട്ടുകാരെല്ലാം കൂടെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെല്ലാരും കൂടെ കൂവി ഓടിച്ചത്? ഈ കൂവുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. എന്നാ എന്തിനാ ആൾക്കാർ കൂവുന്നത്? അതൊന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം ഈ കൊച്ചിന് എന്നുണ്ടാകും? അതാണ് എൻ്റെ സംശയം. എന്നുണ്ടാകും? കണ്ണൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ കുഴിഞ്ഞിരിക്കും, ഉറക്കമില്ലാഞ്ഞിട്ട്. വീടിമാമനാകണേ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇത് തന്നെ. ഊണും ഉറക്കവും പോലും ഇല്ലായിരുന്നെന്ന്. ബാക്കി കിട്ടില്ല എന്ന് തോന്നിയൊരു സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും കിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങള് കിട്ടിയില്ലെങ്കിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് മാത്രമല്ലോ. അപ്പൊ അതിലൊരു വിഷമം ഉണ്ടായിരുന്ന സമയങ്ങളുണ്ട്. വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അദ്ദേഹം ഇങ്ങനെ ഈ സ്ഥാനമാനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എപ്പോഴും ഈ സ്ഥാനങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ ആണല്ലോ കൂടുതൽ ആളുകളിലേക്ക് എത്താനും അല്ലെങ്കിൽ അവരവരുടെ കഴിവുകൾ കൂടുതൽ പ്രകടിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത് സ്ഥാനങ്ങളിൽ ഉണ്ടാവുമ്പോൾ. ഇപ്പോൾ അദ്ദേഹം CM എന്നുള്ള പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എത്തിയപ്പോഴാണല്ലോ കൂടുതൽ ജനങ്ങളെ അദ്ദേഹത്തെ അറിയാൻ തുടങ്ങിയത്. അപ്പൊ അധികാരവും സ്ഥാനങ്ങളും കിട്ടുമ്പോൾ കുറച്ചും കൂടി അവരുടെ കഴിവുകൾ വിനിയോഗിക്കാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു MLA ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഒരു മന്ത്രിക്ക് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അവരവരുടെ കഴിവുകളും കൂടിയാണ്. അധികാരം എന്ന് പറയുന്നത് അതൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണല്ലോ, അല്ലാതെ വെറുതെ അധികാര കസേര എന്നുള്ളതല്ലല്ലോ. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയുന്നു എന്നുള്ളതിൽ വലിയൊരു സന്തോഷം. റെസ്പോൺസിബിലിറ്റിയിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം. റെസ്പോൺസിബിലിറ്റീസ് പ്രോപ്പറായിട്ട് നടത്തി കാണിക്കാൻ പറ്റണം. പിടികിട്ടിയോ? പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നിടത്താണ് ഒരു നല്ല നേതാവ് ഉണ്ടാവുന്നത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ പുതിയ ഒരു പരിപാടി ഞാൻ കേട്ടു. അതായത് മന്ത്രിസഭാ യോഗം കൂടിയ ഉടനെ തന്നെ എടുത്തൊരു തീരുമാനമാണ്. പഴയൊരു കേസ്, നമ്മുടെ പിണുമാമൻ്റെ ഗൺമാൻ അടിച്ച് പൊളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പം കുത്തിത്തിരികെ എടുക്കുന്നുണ്ട്. വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. കാരണം അന്ന് ഒരുപാട് പേർക്കെതിരെ നമ്മൾ ആ വീഡിയോ വിഷ്വൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങോട്ട് അടിച്ച് കീറുക റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നവരെയൊക്കെ. ഒരു ഇത്തിരി പോലും മനുഷ്യത്വം പോലും ഇല്ലാതെ കിട്ടണം. അങ്ങനെയുള്ളവന്മാർക്കൊക്കെ പണി കിട്ടണം. ആ കേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി വരുന്നത് വളരെ നല്ല കാര്യം തന്നെ. അങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സ്ത്രീകൾക്ക് നല്ലത് ചെയ്യട്ടെ, അങ്ങനെ ഞാൻ പറയുന്നത്. അല്ലാതെ ചില ആളുകൾ പറയുന്നതൊക്കെ എല്ലാം അങ്ങ് സ്ത്രീകൾക്ക് കേക്ക് നിങ്ങൾ അതൊക്കെ വരുന്നുണ്ട്. ഈ ആദ്യം ഒരുപാട് വിവാദങ്ങൾക്കൊടുവിലാണ് ഈ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ അദ്ദേഹം അന്നോട്ടേ പറയുന്നുണ്ട് 100 സീറ്റിൽ വിജയിക്കും എന്നുള്ളത്. അത് റിനിക്ക് ഉറപ്പുണ്ടായിരുന്നു 100 സീറ്റിലേക്ക് വിജയിച്ച് വരും എന്നുള്ളത്? പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അവിശ്വസനീയമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് 100 സീറ്റ് നേടുന്നത്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട്, അദ്ദേഹം ഒരു രാഷ്ട്രീയ ചാണക്യനാണെന്നുള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യവും അങ്ങനെ വെറുതെ പറയില്ല, ചുമ്മാ പറയുന്ന ഒരാളല്ല. കാരണം ഏതൊരു സമയത്തും ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിലും അദ്ദേഹം 4 കോർപ്പറേഷൻ നേടും എന്നൊക്കെ പറഞ്ഞപ്പോ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോ അദ്ദേഹം പറയുമ്പോൾ അതിന് വരാൻ പോകുന്ന കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. വേറെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. ഒരു ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എല്ലാം ഒരു താങ്കൾ തിരികൊളുത്തി വിട്ട ഒരു വിവാദത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഒടുവിലായിരുന്നു. അത് വേണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടായിരുന്നു? ഇല്ല, അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാനിപ്പോ ഈ ഒരു വേളയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു സത്യപ്രതിജ്ഞയൊക്കെ ആയി, അപ്പൊ അതിന്റെയൊക്കെ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കും. മോക്കത് ക്ലോസ്ഡ് ചാപ്റ്ററാ, പക്ഷെ ഞങ്ങൾ ആരും അത് ക്ലോസ് ചെയ്യത്തില്ല കേട്ടോ.
മോക്ക് ക്ലോസ്ഡ് ചാപ്റ്ററാ. വന്നങ്ങ് അവരാധി ചേച്ചി അങ്ങ് പോയാൽ മതി. മനസ്സിലായോ? വന്നങ്ങോട്ട് പടക്കം മറ്റേ തിരി അങ്ങോട്ട് കൊളുത്തിയിട്ട് മോളോടിക്കളഞ്ഞു. പിന്നെ മോളോട് അതിനെപ്പറ്റി എന്ത് ചോദിച്ചാലും അത് ക്ലോസ് ചാപ്റ്റർ, എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ആർക്കെതിരെ കേസൊന്നും കൊടുത്തിട്ടില്ലല്ലോ, എനിക്ക് ഒന്നിനും താല്പര്യമില്ല ഇന്ന്. പിന്നെ എന്തിനാണ് നിന്റെ അഴുക്ക വാഗുണ്ട് വൃത്തികെട്ട വർത്താനവും പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമത്തിലൂടെ രംഗത്ത് വന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്ക്. പ്രത്യേകിച്ച് നീ പറയുന്ന പോലെ നീ വലിയൊരു സ്ത്രീയാണ്. മനസ്സിലായോ? സ്ത്രീകൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളെക്കാട്ടിലൊക്കെ കൂടുതൽ. ആ ഒരു സാധനം കാണിക്ക്. എന്താ അതൊന്നും കാണിക്കാത്ത? ആ ഒരു ഇതൊന്നും ഇല്ലല്ലോ നിനക്ക്. അതെനിക്ക് മനസ്സിലാവാത്ത. സ്ത്രീകൾ അബലകളിലാണ്. എല്ലാ സ്ത്രീകളും അല്ല കേട്ടോ, നല്ലവരായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, എനിക്ക് പേഴ്സണലി അറിയാം. ഇതൊക്കെ എന്തുവാ ഇതൊക്കെ? ഇന്ന് വന്നിട്ട് എനിക്ക് അതിനോടൊന്നും താല്പര്യമേ ഇല്ല, അതൊക്കെ കഴിഞ്ഞു പോയെന്ന്. ഒരുത്തൻ ജീവിതം തോലച്ച് ഫ്രണ്ട് ഇരിക്കുന്നവനെ കൊണ്ട് ബാക്കിൽ കണ്ടായിരിക്കുമല്ലോ അല്ലേ നിങ്ങൾ സത്യപ്രതിജ്ഞ സമയത്ത്. പറയുന്നില്ല, പേര് ഞാൻ എടുത്തിരുന്നില്ല. ആ മനുഷ്യനെ ബാക്കി കേൾക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ വേദിയിലൊക്കെ വന്നപ്പോ പ്രവർത്തകരുടെ ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? റിനിയെ രണ്ട് രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടെ കാണുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അല്ലാതെ കാണുന്നവരുണ്ട്. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇതാണ്, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം, അവരെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇടപെടാൻ കഴിയില്ല. ഓക്കെ, ഈ വി ഡി സതീശൻ സർക്കാർ എങ്ങനെ ആയിരിക്കണമെന്നാണ് റിനിയുടെ ഒരു ആഗ്രഹം? എന്റെ ആഗ്രഹം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാരായിരിക്കണം. ജനകീയമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ, അതായത് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പദ്ധതിയാണ് മകൾക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഉള്ളൊരു കാര്യങ്ങളൊക്കെ സംഭവിക്കണം എന്ന് ഈ ഒരു സർക്കാരിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് മകളെ പോലെ വേദന അനുഭവിക്കുന്ന, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളെ മകളെ പോലെ കാണുന്ന രീതിയിൽ മകൾക്ക് എന്നുള്ള രീതി. അപ്പൊ അതുപോലെ കുറച്ചും കൂടി സ്ത്രീപക്ഷമായിട്ടുള്ള സ്ത്രീകൾക്കും കൂടിയൊക്കെ ഇവിടെ കുറച്ചും കൂടി അവകാശങ്ങളൊക്കെ കിട്ടുന്ന അങ്ങനെ ഒരു, പിന്നെ ഈ സൈബർ മേഖലകളിലൊക്കെ നടക്കുന്ന ഈ ഒരു സ്ത്രീകൾക്കെതിരെ പ്രത്യേകം നടക്കുന്ന അതുപോലുള്ള കാര്യങ്ങൾക്കെതിരെയൊക്കെ ഒരു കുറച്ചും കൂടി നിയമം ശക്തിപ്പെടുത്തണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ എല്ലാത്തിനെയും അങ്ങ് കൊല്ല്, മനസ്സിലായ? ആണുങ്ങളെ മൊത്തം അങ്ങ് തീർത്തുകളാ, എന്നിട്ട് നീയൊക്കെ തന്നെ ഇവിടെ അങ്ങ് താമസിക്കും. അല്ല, അതായിരിക്കും ഇതിനെക്കാട്ടും നല്ല അത് പറയുന്നത് നല്ലത്. അല്ലെങ്കിൽ തന്നെ സ്ത്രീകൾക്കുള്ള മുൻഗണന എല്ലാ രീതിയിലും ഇവിടെ ഉള്ളത് കൊണ്ടാണ് പകുതി പുരുഷന്മാരും ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പേടിച്ച് പറിച്ച് കൈകൂപ്പിന്ന് ഓടിപ്പോകുന്നത്. സത്യം പറയാലോ. കാരണം അതാണ് ഇന്നത്തെ അവസ്ഥ. ഒന്നും മിണ്ടാൻ പറ്റത്തില്ല, എല്ലാം സ്ത്രീകൾക്കെതിരെ ആയിക്കോട്ടെ. സ്ത്രീകൾക്ക് മുൻഗണന എല്ലാ കാര്യത്തിലും ആണുങ്ങളെക്കാട്ടിലും 1-2 പോയിന്റിൽ മേളിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇനി അത് കൂട്ടണം എന്ന് പറഞ്ഞത് ഇതുപോലെ കുറെ എണ്ണം കിടന്നുകൊണ്ട് കാറി കൂന്നുണ്ടല്ലോ. അതെനിക്ക് മനസ്സിലാവാത്ത. ഇനി എന്ത് ചെയ്യാനാ? ഇനിയും സ്ത്രീകൾക്ക് മറ്റേ മുൻഗണന കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നമ്മളെയൊക്കെ അങ്ങ് തീർക്കുന്നതാണ് നല്ലത്. അല്ല, അതാ നല്ലത്. ഈ മുൻഗണന അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ അതിലും ഉപരി വൃത്തികെട്ട രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. സ്ത്രീകൾ പിടികിട്ടിയോ? നല്ലവരായ സ്ത്രീകളുടെ പേരും കൂടെ ചീത്തയാക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. പിടികിട്ടിയില്ലേ? അതുകൊണ്ട് തന്നെ മതി, ഈ മുൻഗണന കൊടുക്കുന്ന പരിപാടി മതി. ഇനി ഒരേപോലെ ഈ തുല്യത അത് കാണിക്കുക. ഇപ്പം KSRTC കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഇന്നലെയും പറഞ്ഞു കഴിഞ്ഞതാണ്. ഇൻസ്റ്റയിലും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പോയി നോക്കാം താല്പര്യമുള്ളവർക്ക്. എനിക്ക് മനസ്സിലാവുന്നില്ല, സ്ത്രീകളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല ഇവിടെ. എനിക്ക് അങ്ങനെയാണ് ചോദിക്കാനുള്ളത്. ഒരു ടിക്കറ്റ് എടുത്ത് ബസ് യാത്രയുള്ള കാശില്ലേ? അല്ല, സ്ത്രീകളും നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല കാശുണ്ടാക്കുന്നവരുണ്ട് ഇന്നത്തെ കാലത്ത്. അവർക്കൊക്കെ ടിക്കറ്റ് കൊടുത്ത് പോകാം, അവരൊക്കെ ടിക്കറ്റ് കൊടുത്ത് പോട്ടെ. ഒരു 60 വയസ്സിന് മേപ്പോട്ടുള്ള ആണിനും പെണ്ണിനും ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര അത് കൊടുക്ക്, പിന്നെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ 65-70 വയസ്സിന് മേപ്പോട്ടുള്ളവർക്ക് കൊടുക്ക്. അതിനകത്തൊക്കെ ഒരു അട്ടിത്യമുണ്ട്, മനസ്സിലായോ? അല്ലാതെ സ്ത്രീകൾക്ക് എല്ലാം സ്ത്രീകൾക്ക് അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞോട്ടോ ഇപ്പം ചൊറിഞ്ഞു വരുന്നുണ്ടോ? നമുക്കൊന്നും ഒരു വിലയും തരാത്ത രീതിയിലേക്ക് അങ്ങ് കൊണ്ടുപോയി കളയുക അതിനെ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.